ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് ശരിക്കും ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ രാവിലത്തെ ഫുഡായിട്ടോ അല്ലെങ്കിൽ രാത്രിക്കത്തെ ഫുഡായിട്ടോ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് നോമ്പിന്റെ സമയത്ത് ഇഫ്താറിനെല്ലാം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അധികം ഓയിലൊന്നും ഇതിൽ വേണ്ട. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരി വേണം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നേരിയരിയാണ്, നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയാണ്. ജീരകശാല റൈസ് എടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ബാസ്മതി റൈസ് എടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റ് ജീരകശാല റൈസ് തന്നെയായിരിക്കും. ഇനി ഈ അരി നല്ലോണം കഴുകിയതിന് ശേഷം 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഇത് ഞാനൊരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച അരി അതിലെ വെള്ളമൊക്കെ വാർത്തെടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു 1/4 കപ്പ് തേങ്ങയും, ഞാനിവിടെ 2 കപ്പ് അരിക്ക് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഇതൊരു മുട്ടയും കൂടി പൊട്ടിച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ആയിട്ട് തരിതരിപ്പൊന്നും ഇല്ലാണ്ട് കൂടെ അടിച്ചെടുക്കാന്. ഞാനിപ്പോ ഇവിടെ അരി 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്തത്. രണ്ടാമത് അടിക്കുമ്പോൾ വെറും അരിയും വെള്ളവും മാത്രം ചേർത്ത് അടിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരുമിച്ച് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തെടുത്തത്. ഇനി ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു ലൂസി കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. അധികം തിക്കായി പോവരുത്. നല്ല കട്ടി കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇടിയപ്പത്തിന് ഒരു പച്ച മാവ് കഴിക്കുന്നത് പോലത്തെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം ആക്കിയെടുക്കാൻ. പിന്നെ ഈ മാവ് അരച്ചെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ടൈം ഒന്ന് സെറ്റ് ആയിക്കോളും. ഇനി ഇത് അടുത്ത പരിപാടി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അതിന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ച് വെച്ച ബീഫാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കാം. ഇതിങ്ങനെ പൊരിക്കണമെന്നൊന്നുമില്ല, എന്നാലും പൊരിച്ചെടുത്താല് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. ഇതിപ്പോ വേണമെങ്കിൽ ചിക്കനിലും ചെയ്തെടുക്കാം, അതുപോലെ മീനില് ചെമ്മീന് ട്യൂണ ഫിഷിലൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ മട്ടൺ ആയാലും ഏത് വെച്ചിട്ടും ചെയ്യാം. അപ്പൊ ഇത് ഞാനും ബീഫൊന്നും പൊരിച്ച് കോരിയനെ. അപ്പൊ ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 2 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എരിവിന് വേണ്ടിയുള്ള പച്ചമുളക്, ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഇങ്ങനെ നിങ്ങൾ ഏത് വെച്ചിട്ട് ചെയ്യുന്നതായാലും ചിക്കൻ ആയാലും മീനായാലും ആദ്യം ഒന്ന് പൊരിച്ചിട്ട് മസാല ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. ഇനി ഉള്ളി ഒന്നിങ്ങനെ വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ ഗരം മസാല ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിൽ ലാസ്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടായ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇതാ നമ്മളെ മസാല റെഡിയായി. നല്ല ടേസ്റ്റുള്ള മസാലയാണ് ഇത്. അത്യാവശ്യം നല്ല എരിവുണ്ട്, നല്ല സ്പൈസിയാണ്. പ്രത്യേകിച്ച് ബീഫ് പൊരിച്ചിട്ടെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ തന്നെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഇത് ഞാനൊരു ആവിപാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിന്. ഇനി ഞാനിത് ഓരോന്നിലും നെയ്യ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അത് ഇളകി കിട്ടും. ഇനി ഇതെല്ലാത്തിലും ഓരോ സ്പൂണും മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മള് ആ കുഴി നിറച്ചും ഒഴിക്കരുത്, കാരണം അതിന്റെ മേലിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ മസാല ഇടാനുള്ള ആ ഒരു സ്പേസ് വെച്ചിട്ട് ബാക്കി കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഉണ്ടാക്കി വെച്ച മസാല എടുത്തിട്ട് ഓരോന്നിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇത് അങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പ്രസ് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് ആക്കണം എന്നൊന്നുമില്ല. എങ്ങനെയാണ് ഇത് ഉണ്ടാവുക? ഇനി ഈ ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് 2 തട്ടിലും ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഇത് ഞാൻ അടച്ചു വെച്ചിന്. ഇനി ഇതൊരു 10 മിനിറ്റ്, മാക്സിമം ഒരു 15 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്കും കുക്കായിട്ട് വരും. ചെറിയ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അപ്പൊ ഇത് റെഡിയായിന്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇത് റെഡിയായി വന്നിന്. ഇനി ഇതൊന്ന് ചൂടാറിയാല് ഇതിൽ എടുത്ത് മാറ്റാം.
അപ്പൊ ഇത് നമ്മളെ ഇഡലി അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇതൊരു സ്പൈസി ആയിട്ടുള്ള മസാലയാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല, നല്ല ഈസിയാണ്. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.